വെൽക്കം ടു അപ്പൊ നമ്മള് പോണേ മൂന്നാർ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പോണത് മൂന്നാറാണ്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ഇവിടുന്ന് യാത്ര തുടങ്ങിയിരിക്കുന്ന ഓണത്തിന്റെ അന്നാണ്, സെപ്റ്റംബർ 5-ാം തീയതി. സമയം 4:15. നമ്മുടെ ചെക്കിൻ ടൈം എപ്പോഴായിരുന്നു? ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്കിൻ ടൈം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3-3:15 പിന്നെ നമ്മൾ കോട്ടയത്ത് നിന്ന് കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഓണത്തിന് നമ്മൾ മസാല ദോശ കഴിച്ചെന്ന് പറഞ്ഞു. എന്നാ കഴിച്ച ഓണത്തിന്? ഓണമായിട്ട് നമ്മൾ എന്നാ കഴിച്ചു? നമ്മളെവിടെ വരെ ഏറ്റുമാനം എടുക്കാറായി. അപ്പൊ ഇന്ന് ഈ വീഡിയോക്ക് നമ്മൾ ഇനി കാണാൻ പോണത് മൂന്നാറിലെ കുറച്ച് വിശേഷങ്ങളും. എല്ലാവർക്കും എന്നാ പറയാനുള്ളത്? മമ്മിക്ക് എന്നാ പറയാനുള്ളത്? ഹാപ്പി ഓണം. പപ്പായി ഒരു ഹാപ്പി ഓണം. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ഓണം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? കമ്പനി ഓണാഘോഷമായിട്ട് എല്ലാവരും കളിക്കുകയും എല്ലാം ചെയ്തല്ലേ ലോകാബി. ഏകദേശം 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഹോട്ടൽ വൈറ്റ് ഹൗസിലെത്തി. വരുന്ന വഴിയൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് വളരെ വൈകിയാണ് എത്താൻ സാധിച്ചത്. റൂംസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങള് മൂന്നാർ എത്തിയെന്ന് പറ. എങ്ങനെയുണ്ട്? സൂപ്പർ ഫുഡാണോ? ഒരു സർപ്രൈസ് കൂടിയുണ്ട്. ഇന്ന് നീമയുടെ ബർത്ത്ഡേ നമ്മൾ ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചകിരി അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടത് രാത്രി നമ്മളപ്പം വൈറ്റ് ഹൗസിൽ വന്ന് കടന്ന് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പൊ നമ്മളെ എടുത്ത റിസോർട്ടിനകത്തുള്ള കോംപ്ലിമെന്ററി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളത് ഇപ്പം മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടിന്യൂഷൻ ആയിരുന്നു. അതൊക്കെ നമുക്ക് നാളത്തിനത് കട്ട് ചെയ്ത് തരാം. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയാണ്, നമ്മളപ്പം മൂന്നാർ ടൗണിലേക്ക് പോവാണ്. സ്റ്റേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ അല്ലേ? റൂം എങ്ങനെ ഉണ്ടായിരുന്നു? റൂം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളി. ജീവിക്കാൻ തന്നെ കണ്ടില്ല. അപ്പൊ ടി വി കാണുമായിരുന്നു. മഞ്ഞൊക്കെയാണ് കണ്ടാ അറിയാം. ഫുള്ള് മഞ്ഞും
കാര്യങ്ങളൊക്കെയാണ്. ഓണം ആയതുകൊണ്ട് നല്ല ക്രൗഡഡ് ആണ്. പക്ഷെ എന്നാ വലിയ തണുപ്പൊന്നും ഇല്ല. വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ നല്ല മഞ്ഞുണ്ട്. അത് മഞ്ഞ് തന്നെയാണ് അത് മേളിൽ കാണുന്നത്. ഫുള്ള് ഓണം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇപ്പൊ ഈ റോഡിൽ മാത്രമേ വലിയ തിരക്കാണാത്തുള്ളൂ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാ. അപ്പം റൂം എങ്ങനെ ഉണ്ടായിരുന്നു? വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഫുൾ വൈറ്റ് ആയിരുന്നു. ഒരു ഭംഗിയാണ്, മൊത്തം വൈറ്റ്. മൊത്തം വൈറ്റ് അല്ലേ, വൈറ്റ് ആയിരുന്നു, ഫുള്ളായിരുന്നു. എങ്ങനെയുണ്ട് റിവ്യൂ? എങ്ങനെയുണ്ട്? വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് അതിന്റെ ഉടമസ്ഥരും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, ഒരു നോക്കി നിൽക്കുന്നതുകൊണ്ട് ഇതുണ്ട്. ഇതാണ് നമ്മുടെ ചെറുക്കാപ്പി. ഇങ്ങോട്ടായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. വൈറ്റ് ഹൗസ് എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ട്രംപിനെ കണ്ടോ? മ്യൂസിക് ഉണ്ടായിരുന്നു. ഇന്ത്യ ഇങ്ങനെ പണി വന്നോണ്ടിരിക്കുകയല്ലേ, ഞങ്ങള് വൈറ്റ് ഹൗസിലാണ് താമസിച്ചത്. ശരിക്കും ഞാൻ റൂം എടുക്കല്ലായിരുന്നു. ശരിക്കും നമ്മുടെ പ്രതിഷേധം വെളിയിൽ ആൾക്കാർ പറഞ്ഞാൽ സീനാവും. എങ്ങനെയുണ്ട് താഴെ? എങ്ങനെ റൂം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. Booking.com എനിക്ക് തോന്നുന്നത് 65,000 രൂപ കണ്ടോ 2 നൈറ്റിലേക്ക് കാണിച്ചു. നമുക്ക് അത്ര റേറ്റ് ഇല്ല, നമുക്ക് അതിലും കുറച്ച് നമുക്ക് കിട്ടി. അതെ 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 അതെ. ഒരു 0 മാറിയാ കിട്ടത്തില്ല. അതിൽ നിന്നൊരു 10% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടി. 10% ഡിസ്കൗണ്ട് കിട്ടി 2 ദിവസത്തേക്ക്. ഇവിടെ ഈ ഓണം ആയതുകൊണ്ട് എല്ലാ റൂമിലും ആ റേറ്റ്, ഭയങ്കര റേറ്റ്. എല്ലാ റൂമും ഓൾറെഡി ബുക്ക്ഡാ. 1 ബ്ലോക്കാ പൊക്കോണ്ടിരിക്കുന്നത്. എന്തിനാണ് അങ്ങോട്ട് പോകണം? അവിടെ ഭയങ്കര ബ്ലോക്കാണ്. നമുക്ക് ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനാ. തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്ക് ഈ റൂമുകളൊക്കെ Booking.com ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കൂടുതലായിരിക്കത്തില്ലേ? അപ്പൊ നമ്മൾ നേരിട്ട് അവരെ വിളിച്ചു ചോദിക്കുന്നതായിരിക്കത്തില്ലേ നല്ലത്? എപ്പോഴും അങ്ങനെ പറയാൻ പറ്റത്തില്ല, ചില സമയത്ത് റേറ്റ് കുറവായിരിക്കും. അപ്പൊ എപ്പോഴും നല്ലത്. പക്ഷെ Booking.com നോക്കിയിട്ട്, ട്രിപ്പ് അഡ്വൈസറിലൊക്കെ നോക്കിയിട്ട് അവരെ പ്രോപ്പർട്ടിയിലൂടെ വിളിച്ചു ചോദിക്കുന്നതല്ലേ നല്ലത്. പക്ഷെ നമ്മൾ നല്ലപ്പോൾ അങ്ങനെ വിളിച്ചു ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു കുറച്ച് ലാഭം കിട്ടി. Booking.com നീ എന്ത് ടാറ്റിക്സാ ഉപയോഗിച്ച് ഓഫ് കിട്ടാനായിട്ട്? നിനക്ക് എന്തുകൊണ്ടാ തോന്നിയേ Booking.com നോക്കിയിട്ടൊന്ന് വിളിച്ചൂടെ ചോദിച്ചേക്കാൻ തോന്നിയേ? നിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് നിനക്ക് കിട്ടിയ സെൻസ് ആണ്. ഇതിനിടയ്ക്കിടയ്ക്ക് സോളോ ട്രിപ്പ് പോണത്. അപ്പൊ നീ സോളോ ട്രിപ്പ് പോകുമ്പോ ഇങ്ങനെയാണോ? ആണോ? അല്ല, അപ്പൊ സോളോ ട്രിപ്പ് പോണ ആൾക്കാർക്ക് എന്തെങ്കിലും ടിപ്സോ വല്ലതും കൊടുക്കാറുണ്ടോ? അപ്പൊ സോളോ ട്രിപ്പ് പോണവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു ടിപ്പ് ഞാൻ വേണം പറഞ്ഞുതരാം. അതൊന്നും തുറക്കാവോ? ഇതൊന്നും തുറന്നു, നമ്മുടെ ഗ്ലൗ ബോക്സ് ഒന്ന് തുറന്നേ. ആ സൈഡിലൊരു സാധനമുണ്ട്. നിങ്ങൾ വ്യൂവേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിക്കുന്ന സാധനം കേട്ടോ. അപ്പം സോളോ ട്രിപ്പ് പോണ എല്ലാരും കൈ കരുതേണ്ട ഒരു സാധനമാണ്, ഒരു ഡമ്മി തോക്ക്. അപ്പൊ പിന്നെ ആരെയും പേടിക്കാതെ എപ്പോഴും യാത്ര ചെയ്യാം. അപ്പൊ ഇതിനകത്ത് വെച്ചേക്കുന്നത് സോളോ ട്രിപ്പ് പോകുമ്പോ പേടിക്കേരി. അപ്പൊ അവന്റെ അത് വേറെ കളിപ്പാട്ടമാടാ. അവിടെ വെച്ചേക്കടാ. കൊച്ചാപ്പയ്ക്ക് സോളോ ട്രിപ്പ് പോകുമ്പോ ഉപയോഗിക്കാനുള്ള രാത്രി പേടിക്കായിരിക്കാൻ. അപ്പൊ ആരെങ്കിലും കൊള്ളക്കാരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ആൾക്കാരൊക്കെ ഇത് ഉപയോഗിച്ചോളൂ. ചിലപ്പോ ഈ വീഡിയോ ആയിരിക്കും വൈറലാകുന്നത്. അതുകൊണ്ട് പറയാം 10,000 നമ്മുടെ മൃണാളിന്റെ വീഡിയോ ഒക്കെ അങ്ങ് കത്തിയതാ. 40 അടിച്ച് കയറിയതാ. ചിലപ്പോ ഈ വീഡിയോ വൈറലാക്കാൻ പേരൊന്നില്ല. അറിയാലോ, മലയാളികളെ അറിയാലോ, ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വിഷയമാണ്. കൊച്ചാപ്പടെ തോക്ക് നീ എടുത്തോളാം. എടോ വെടിവെക്കല്ലടോ. വൺ ബ്ലോക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ബ്ലോക്കും കടന്ന് നമ്മൾ എപ്പം ചെല്ലുമായിരിക്കും? എന്നാ സമയം എടുക്കുക ഇപ്പൊ ഇവിടുന്ന്? അവിടൊക്കെ നല്ല ബ്ലോക്കല്ലേ? പണ്ടൊക്കെ ബുള്ളറ്റ് ഉള്ളപ്പോഴേ ഇപ്പൊ ഓരോ ഫ്രണ്ടിൽ ആ കൊച്ചിനെ പിടിച്ചിട്ടില്ല. ഞാൻ മടിയിരുത്തു, ഉണ്ണിയെ എന്റെ പപ്പാടെ ഇടയ്ക്കിരുന്നു. അപ്പത്തെ ഇങ്ങനെ പിടിക്കും 2 പിള്ളേരെ കൂടെ. ആദ്യത്തെ കയറപ്പോ എന്താ മേടിച്ചേ? ആദ്യത്തെ കയറ ഏതായിരുന്നു? മാരുതിയാണോ? അതെന്നാ മേടിച്ചെന്താ?
അത് ഉണ്ണിയെ പ്രസവിച്ചു കഴിഞ്ഞു. ആദ്യത്തെ കാറായിരുന്നു ഫസ്റ്റ് കാർ. അതെ, എന്നെ പ്രസവിച്ച് കഴിഞ്ഞ് മേടിച്ചെങ്കിൽ പിന്നെ 5 പേരോട് എങ്ങനെയാ ബുള്ളറ്റാ പോണത്? അല്ല, മാവയെ പ്രസവിച്ച് കുറെ കഴിഞ്ഞ മാവയ്ക്ക് ഒരു 2-2.5 വയസ്സായപ്പോഴാണ്. അപ്പൊ എനിക്ക് വന്നിട്ട് 99 ആയിരിക്കും മേടിച്ചല്ലേ? മാവയ്ക്ക് 2 വയസ്സിന് 97 2. അപ്പൊ മനസ്സിലാവല്ലോ. ഓ, അവളെ പ്രായം മനസ്സിലായല്ലോ. എന്നെക്കാട്ടി 1.5 വയസ്സ്. ഇവനെ രണ്ടാമതാ, ഞാൻ ഇളയതാ. ഞാൻ 2000-ലുള്ളതാണ്. ആദ്യം മാരുതി മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മാരുതി ആയിരുന്നു അപ്പടെ ഫസ്കാർ. പുതിയ മേടിച്ച പുതിയ അതിന് മുന്നേ അംബാസഡർ. ആദ്യം അംബാസഡർ കാറുണ്ടായിരുന്നു. അത് കല്യാണത്തിനൊക്കെ മുന്നേ ആണോ? അത് കല്യാണത്തിനൊക്കെ മുന്നേ. അല്ല, കല്യാണം കഴിഞ്ഞാണ് മേടിച്ചത് 92. കല്യാണം കഴിഞ്ഞാണോ അംബാസഡർ? കഴിഞ്ഞാ മേടിച്ചത്. അല്ല, അത് കഴിഞ്ഞ് പിന്നെ ജീപ്പ്, ഇന്റർനാഷണൽ ജീപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുതിയ വണ്ടി എടുക്കുന്ന 800 എടുക്കുന്നത്. അപ്പൊ അംബാസിഡറും ജീപ്പോ കൊടുത്തിട്ടാ പിന്നെ 800 മേടിക്കുന്നത്. ആ, അപ്പൊ 800 എന്നാ 99-ലാണോ മേടിക്കുന്നത്? 98-ലോ 99-ലോ ഉണ്ടാവും. അപ്പൊ എത്ര ഉണ്ടായിരുന്നു 800? ഇത് 2 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണോ പിന്നെ മാർഷൽ ജീപ്പ് മേടിക്കുന്നത്? അത് കഴിഞ്ഞ് മാർഷൽ ജീപ്പാണ്. മാർഷൽ ജീപ്പ് അത് പുതിയതായിരുന്നു. അതെല്ലാം പുതിയ. എല്ലാം പുതിയതാണോ? പിന്നെ എടുത്തതെല്ലാം പുതിയ വണ്ടിയായിരുന്നു. അപ്പൊ 800 തൊട്ട് മറ്റേ എടുത്തെല്ലാം പുതിയ വണ്ടികളാണ്. പുതിയ വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് മാർഷൽ ജീപ്പ് കഴിഞ്ഞ് പിന്നെ പാലിയോ എടുത്തായിരുന്നു. അല്ല, അത് കഴിഞ്ഞ് ഓൾട്ടോ മാരുതി ഓട്ടോ എടുത്തു. ഓൾട്ടോ ഇറങ്ങിയ സമയം എങ്ങനെയായിരുന്നു എനിക്ക്? ഓൾട്ടോ ഓർക്കുന്നുണ്ട്. മാർഷൽ ജീപ്പ് മേടിച്ചു ഓർക്കുന്നതിൽ വീട്ടിൽ കിടക്കുന്ന ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മാർഷൽ ജീപ്പ് ഫാമിലിയുടെ സാധനമൊക്കെ മാർഷൽ ജീപ്പ് ജീപ്പായിരുന്നു. ജിത്തു ഡ്രൈവിംഗ് പഠിച്ചു. അതല്ല മാർഷൽ ജീപ്പല്ല. മാർഷൽ ജീപ്പല്ല. എന്ന് വെച്ചാൽ ജിത്തു പെട്ടെന്ന് 6-ലാണ്ട് പഠിക്കുമ്പോ അല്ലേ? ജിത്തു 6-ൽ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ കമ്പനി. കേരളത്തിലല്ലാടോ, അത് തമിഴ്നാട്ടിൽ പോയാൽ പഠിച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഏത്? അല്ലല്ല, കേസ് വരും ആൾക്കാർ. ഓ, അത് സാധനമുള്ള കേസല്ല. അന്നത്തെ കേസ് കിട്ടുന്നില്ല. അത് പഠിക്കുന്നില്ല. അത് റോഡിലിട്ടല്ല പഠിച്ചേ. പിന്നെ അവന് ഈ കണ്ട് കുറെ പഠിച്ചായിരുന്നു. അന്നേരം അവന് ഇതിനെ പറ്റി അറിയായിരുന്നു. അല്ലല്ല, കമ്പനി കൊണ്ടുപോയി. കമ്പനി കൊണ്ടുപോയിട്ട് ഞാൻ 1-2 ട്രിപ്പ് കുഴിമറ്റത്ത് കമ്പനി കൊണ്ടുപോയി 1-2 ട്രിപ്പ് അവനെയൊക്കെ ഇരുത്തി ഓടിച്ചു കഴിയുമ്പോ പിന്നെ ഓടിക്കുമെന്ന് എനിക്ക് തോന്നി കഴിയുമ്പോ തന്നെ ഓടിപ്പിച്ചു. അന്നേരം അല്ല, ഈ 200 മീറ്ററേ ഉള്ളു. 200 മീറ്റർ അങ്ങോട്ട് വഴി വരെ ഒന്ന് പോവും, അവിടെ തിരിച്ചുകൊണ്ട് വരും. അങ്ങനെ വന്ന പ്രാക്ടീസ് കൊടുത്തത്. അന്നേരം നല്ല പ്രാക്ടീസ് ആയി അവന്. അത് കഴിഞ്ഞ് പിന്നെ റോഡിൽ കൂടെ ഒക്കെ പയ്യെ കൂട്ടത്തിൽ പോകുമ്പോഴത്തേന് ഓടിപ്പിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്ന ഓടിക്കാൻ പഠിച്ച അവൻ ശരിക്കും. ഓൾട്ടോ കഴിഞ്ഞ് പിന്നെ വീട്ടിന്റെ പാലിയോ. അത് പക്ഷേ വണ്ടി നല്ലതായിരുന്നു. സ്മാർട്സ് കിട്ടുന്നുണ്ട്. വണ്ടി നല്ലതായിരുന്നു. ഇതായിരുന്നു. വണ്ടി എടുത്തു കഴിഞ്ഞ് വെറും 2 വർഷമല്ലേ വണ്ടി ഉപയോഗിച്ചുള്ളൂ. അപ്പൊ പിന്നെ പുക വരും. അത് കഴിഞ്ഞ വണ്ടിക്ക് മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലായിരുന്നു. മെയിൻ്റനൻസ് അല്ല, അതിന്റെ ചില പാർട്സുകൾ പോകും. നമ്മള് 2 വർഷം വണ്ടി പുത്തൻ എടുത്തിട്ട് 2 വർഷം ഉപയോഗിച്ച ഉടനെ സൂപ്പർ വണ്ടിയായിരുന്നു. വണ്ടി ഓടിക്കാനൊക്കെ ടെർബോ എഞ്ചിനൊക്കെ ആയിരുന്നു. മഞ്ഞിനിക്കരയിലൊക്കെ പോയിട്ട് നമ്മൾ തിരുവല്ല തിരിച്ചു പോന്നിട്ടുണ്ട്. മഞ്ഞിനിക്കര പോലെ നമ്മൾ ആലപ്പുഴ പോയിട്ടാണ് വണ്ടി കൂടെ പോയി നമ്മളോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് പുക വരുന്നതെന്ന് പറഞ്ഞ് പിന്നെ നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് പോന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചൊക്കെയാ പോകുന്നത് തിരിച്ച് വീട്ടില്. അതുപോലെ മഞ്ഞിനിക്കര പോയിട്ട് നമ്മൾ തിരുവല്ലയിൽ ചെന്നിട്ട് വണ്ടി തിരിച്ചു പോകുന്നു. അതും പുത്തൻ വണ്ടി. അത് ടെർബോ എഞ്ചിനൊക്കെ ആയിരുന്നു. വണ്ടി ഓടിക്കാൻ സുഖമായിരുന്നു. മോസ്കോ നമ്മളെ വീട്ടിലറിയാം അപ്പൊ വരുന്നുണ്ടെന്ന്. അത് എടുത്ത സമയത്ത് ലോങ് ഒക്കെ പോയിട്ടില്ല. ഒത്തിരി പോയി. വണ്ടി നല്ലായിരുന്നു. ഡീസലായിരുന്നു. നമ്മള് വേളാങ്കണ്ണി പോയത്. അതെ, വേളാങ്കണ്ണിയിലൊക്കെ പോയിട്ടുണ്ട്. ഡീസലായിരുന്നു. പാലിയെ വേളാങ്കണ്ണി പോയിട്ടുണ്ട്. അല്ല, ഇൻഡിക്ക പിച്ച എടുക്കാൻ നമ്മള് സ്വിഫ്റ്റ് എടുക്കാനായിട്ടാ പോയത്. അന്നേരത്തിന്റെ സ്വിഫ്റ്റിന് ശകലം ബുക്കിംഗ് കൂടുതലാണ്. അന്നേരം സ്വിഫ്റ്റും പോളോയും നോക്കിയതാ നമ്മളെ. വണ്ടി അന്നേരം ഇല്ലാ വന്നു. അല്ല, ബുക്കിംഗ് കൂടുതലായി. നമുക്ക് പെട്ടെന്ന് വേറെ വണ്ടി ഇല്ലാ വന്നപ്പോഴത്തേന് ഇത് കൊടുക്കുകയും കൂടെ വേണമെന്നുള്ളതൊന്ന് പെട്ടെന്ന് എടുത്ത് റെഡി കിട്ടാനുള്ള വണ്ടി ഇൻഡിക്ക ഉള്ളായിരുന്നു. വിസ മറ്റേ 6 മാസമൊക്കെ ബുക്കിംഗ് ആയിരുന്നു. ഈ വണ്ടി ഉപയോഗിക്കാൻ മേലെ ഇത് കൊടുക്കേണ്ട വന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇൻഡിക്ക വിസ എടുത്തത്. ഇൻഡിക്ക എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻഡിക്ക കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാ. പക്ഷെ 1 ലക്ഷം കഴിഞ്ഞാൽ വേറെ കാര്യ വിൽക്കുമ്പോ നമ്മളെ കാര്യം മുഴുവൻ പോകും. 1 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാൻ മെയിൻ്റനൻസ് കൂടുതലാണോ അല്ലേ? മെയിൻ്റനൻസ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല. പക്ഷെ കോട്ടറാജ് വിൽക്കുമ്പോ കാശ് പോകും. ഇല്ല അന്ന് 8 ലക്ഷം 6 ലക്ഷം ഒന്നുമല്ല, 7 രൂപയ്ക്ക് അടുത്തായി. അതെന്നാ 2010-ലോ 2011-ലോ 2012-ലാണ്ട് മേടിക്കുന്നത്. 11-11 6 ലക്ഷം രൂപ 6 ലക്ഷം അത്ര ഉള്ളായിരുന്നു. 7 ലക്ഷം രൂപയ്ക്ക് അടുത്തായി. 7 ലക്ഷം രൂപയ്ക്ക് അടുത്തൊന്നും ആയിട്ടില്ല.
6:30 6:45 അത് വെള്ളമൊന്നും ആയിട്ടില്ല. 6:30 അതൊരു 6:30 എന്ന് പറഞ്ഞാൽ 7 ലക്ഷത്തിന് അടുത്തല്ലേ? 50,000. സ്വിഫ്റ്റിനും സെയിം റേറ്റ് ആയിരുന്നു. ആ സ്വിഫ്റ്റിനും സെയിം റേറ്റ് ആണ്. സെയിം റേറ്റ് അല്ല, സ്വിഫ്റ്റ് വിറ്റപ്പോ 1 ലക്ഷം രൂപ കിട്ടി. സ്വിഫ്റ്റ് ആണെങ്കിൽ 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ കിട്ടി. 5 ലക്ഷം രൂപ കിട്ടിയാണ്. ഇപ്പോഴും 2010-12 വണ്ടിക്കൊക്കെ ഇപ്പോഴും 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ചോദിക്കുന്നത്. അപ്പൊ കൊടുത്തത് 2020 കൊടുത്ത്. അന്ന് പറഞ്ഞാൽ 8 വർഷം പഴകം. ഏറ്റവും കുറഞ്ഞൊരു 4 ലക്ഷം രൂപ കണ്ണു അടച്ച് കിട്ടിയാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. വണ്ടി എടുക്കുമ്പോൾ റീസെയിൽ വാല്യുള്ള വണ്ടി എടുക്കാൻ നല്ലത്, ഇല്ലെന്നുണ്ടെങ്കിൽ പണിയാവും. ഈ വഴി പോയേക്കുന്ന ആർക്കാർ ഇതെന്നാന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. പൈനാണോ? ഈ വരുന്നൊന്നും പൈനല്ല, അതിന്റെ തോലില്ല, അതൊന്ന് പറിച്ചെടുത്തേക്കോ. അതാ ഞാൻ പറഞ്ഞത് പട്ടയാണോ? അങ്ങനെ വല്ലായിരിക്കും ചിലപ്പോ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് കമന്റ് ചെയ്തേക്കണം. വൺ ബ്ലോക്ക് അങ്ങ് വരെ 1 ബ്ലോക്ക്. ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെയുള്ള പ്രകൃതി റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് ഗൈസ്. ചിക്കൻ ബിരിയാണി മീൽസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. 5-ൽ ഒരു 4 മാർക്ക് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മൂന്നാർ ലൈവ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് ചോക്ലേറ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതിന്റെ ടോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബബിൾസ് വെക്കണം. ഈ എയർ ബബിൾസ് പോലുള്ള ഐറ്റംസ് നമ്മൾ ഈ വൈബ്രേറ്റർ മെഷീൻ വെച്ച് വൈബ്രേറ്റ് ചെയ്ത് ബബിൾസ് ഒക്കെ റിമൂവ് ആക്കി ഫ്രെയിം ഷേപ്പ് ആക്കും. അതിനുശേഷം നമ്മൾ നേരെ ഫ്രീസറിൽ വെച്ച് 30 വെക്കണം. 100 ചെയ്യും. ഇത് കുറച്ച് നേരം വെളിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഈ പാക്കിംഗ് മെഷീനിലിട്ട് പാക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഡാർക്ക് വൈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. സെയിം പ്രോസസ്സ് തന്നെ, ഇൻഗ്രീഡിയൻസിന് മാത്രമാണ് വ്യത്യാസം. ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ കൊക്കോ പൗഡർ കൊക്കോ ബട്ടർ വരും. വൈറ്റ് ചോക്ലേറ്റ്സിന് മിൽക്ക് പൗഡർ കൊക്കോ ബട്ടർ ഷുഗർ. വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. ബബിൾസ് ഒക്കെ റിമൂവ് ആക്കി പ്ലെയിൻ ഷേപ്പിലേക്ക്. അതെ. ഇവിടെ അടിപൊളി ഒരു സൊവനീർ കളക്ഷനും കാണും ഗൈസ്. ഒരു ഹായ് പറയ്. ചോക്ലേറ്റ് പ്രൊഡക്ഷൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും പാക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹായ് പറഞ്ഞേ. അങ്ങനെ നമ്മൾ ഇരുമ്പ് പാലത്തിനടുത്തുള്ള ഫുഡി ഹെവൻ റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്.
ചേച്ചി എന്നാ പറയാ? ഫിഷ് കറി മീൻസ് ഫിഷ് ഫ്രൈ. ചേനോ നോൺ വെജ് മീൽസ്. നോൺ വെജ് മീൽസ്. മാവേനാടാ പറഞ്ഞില്ലടാ നീ ഒന്നും പറഞ്ഞില്ലേ? യുക്കാപ്പനാണ് എവിടെ പോവാ ചിക്കൻ ബിരിയാണി ആണോടാ? പപ്പാനാ പറയേ? ഞാൻ കുഴിമന്തി. അപ്പോൾ ഞങ്ങൾ തിരികെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.